ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം. നമുക്ക് പേജ് ഓഫ് സോഡിന്റെ എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. 3 of Cups, Six of Swords, Eight of Pentacles, Judgment, Two of Wands, Page of Pentacles, Ace of Pentacles. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് 4 of Wandsന്റെ എനർജിയാണ്. കണ്ടോ, 4 of Wands എന്ന് പറയുമ്പോൾ ഒരുപാട് എൻജോയ് ചെയ്യുന്ന എനർജിയാണിത്. ഈ ഒരു എനർജി എന്ന് പറയുന്നത് നടക്കാൻ പോകുന്ന കാര്യങ്ങൾക്കുള്ള തയ്യാറെടുപ്പാണ് ഇവിടെ. സന്തോഷത്തിലേക്ക്, അതായത് വിവാഹം നടക്കാനും കുട്ടികളുടെ ജനനത്തിന് വേണ്ടിയുള്ള ആ ഒരു കാത്തിരിപ്പ്, അതിൻ്റെതായ സന്തോഷം അനുഭവിക്കുന്നു. മുൻകൂട്ടി ചില കാര്യങ്ങളെ കണ്ടുകൊണ്ട്, വരാൻ പോകുന്നതിനെ കണ്ടുകൊണ്ട് ഇപ്പോഴേ സന്തോഷം അനുഭവിക്കുകയാണ് ഇവിടെ രണ്ടുപേർ. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് ഇവരുടെ ജീവിതത്തിൽ, അത് നിങ്ങളുടെ ജീവിതത്തിൽ സ്റ്റെബിലിറ്റി തരുന്ന ഒന്നാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെ, എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഇവിടെ ഇത്രമാത്രം സന്തോഷം അനുഭവിക്കുന്നത്. വൺസ് ഫയർ സൈൻ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ വലിയ സന്തോഷം വരാനുണ്ട്, മനസ്സിലായി. എന്തോ നിങ്ങൾക്ക് ഒത്തിരി സന്തോഷിക്കാനുള്ള സാഹചര്യം വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ തന്നെയും സന്തോഷിക്കാൻ തുടങ്ങിക്കോളൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് പേജ് ഓഫ് സോഡിന്റെ എനർജിയാണ്. പേജ് ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയോ നിങ്ങൾ ഇവിടെ തീരുമാനം എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഒന്നുകിൽ യാത്ര പോകാനായിരിക്കാം, അതുമല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ എന്തെങ്കിലും കോഴ്സുകൾ പഠിക്കാനോ എന്തെങ്കിലും എക്സാമിനേഷനൊക്കെ എഴുതാനോ, അല്ല എങ്കിൽ പുതിയ ചില ജോലിക്കാര്യങ്ങളിലേക്ക്, ജോലിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവാം. ചിലപ്പോൾ അത് വരാനുള്ള തയ്യാറെടുപ്പിലായിരിക്കാം, അല്ലെങ്കിൽ അതിലേക്ക് പുറപ്പെടുന്ന എനർജിയോ ഒക്കെയുമാകാം. ഇവിടെ എന്തായാലും ഒരു തുടക്കത്തിൻ്റെതായ എനർജിയാണ്. അത് ബുദ്ധിപരമായിട്ട് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന എനർജിയാണ് സോഡ് എന്ന് പറയുമ്പോൾ. സോഡ് എയർ സൈൻ, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. അപ്പൊ ഇത് ചിലപ്പോൾ പുതിയ യാത്രകളാകാം, മറ്റു നാടുകളിലേക്കുള്ള യാത്രയാകാം, അന്യനാട്ടിലേക്കുള്ള ഒരു യാത്രയാവാം. അപ്പൊ അതിനായിട്ട് ചിലപ്പോൾ തീരുമാനിച്ചു വെച്ചിരിക്കുക ആവാം. ചിലപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ചിലപ്പോൾ വിസ നോക്കിയിരിക്കുകയാകാം, അല്ലെങ്കിൽ ടിക്കറ്റ് എടുത്ത് നോക്കിയിരിക്കുകയാവാം, ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാവാം. എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇവിടെ തയ്യാറെടുക്കുന്നു, അല്ലെങ്കിൽ ഒരു തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അത് നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളാണെന്നും കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് സക്സസിലേക്ക് പോകാൻ സാധിക്കും, നല്ലൊരു മാറ്റം അത് കൊണ്ടുവരുന്നതാണ് എന്ന് കാണുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ നിങ്ങളിലേക്ക് അടുത്തു വരുന്നുണ്ട് ഈ ഒരു സന്തോഷ വാർത്തയിൽ എന്നുള്ളതാണ് ഇവിടെ പറയാൻ പറ്റുന്നത്. അടുത്തായിട്ട് നമുക്ക് 3 of Cupsന്റെ എനർജിയാണ്. ഇവിടെ നമ്മൾ കാണുന്നത് 3 of Cups എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാവർക്കും സ്നേഹം പങ്കിട്ട്
സന്തോഷം അനുഭവിക്കുന്ന എനർജിയാണ്. ഇവിടെ സ്നേഹം പങ്കിട്ട് സന്തോഷം അനുഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ രണ്ടുപേരുടെ ഒരു സൗഹൃദത്തിനിടയിലേക്ക്, സന്തോഷത്തിനിടയിലേക്ക് മൂന്നാമതൊരാൾ വന്നു ചേരുമ്പോൾ അവിടെ 3 പേർക്കും സന്തോഷമില്ലാതെ പോവുകയാണ്. 3 പേർക്കും ഇവിടെ ഈ കപ്പിലുള്ള കാര്യങ്ങൾ അനുഭവിക്കാൻ പറ്റുന്നില്ല. 3 കപ്പ് നിറയെ എന്താണ് ഇവിടെ പാൽ വെച്ചിരുന്നതാണ്. ഇവിടെ എല്ലാം തട്ടിക്കളഞ്ഞിരിക്കുകയാണ്. ആർക്കും ഇത് കുടിക്കാൻ പറ്റുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ, നിങ്ങളുടേതായ ജീവിതത്തിലേക്ക് മറ്റൊരു വ്യക്തി കടന്നു വരുമ്പോൾ, അതായത് നിങ്ങളുടെ സന്തോഷത്തിനിടയിലേക്ക്, നിങ്ങളുടെ സന്തോഷം കണ്ടുകൊണ്ട് അതിനിടയിലേക്ക് മറ്റൊരു വ്യക്തി കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ അകൽച്ച ഉണ്ടാകുന്നു, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ വരുന്ന വ്യക്തിയും ശരിക്കും സന്തോഷം അനുഭവിക്കുന്നില്ല. ഇവിടെ നിന്നിരുന്ന 2 വ്യക്തികൾക്കും സന്തോഷം ഇവിടെ അനുഭവിക്കാൻ സാധിക്കുന്നില്ല യഥാർത്ഥത്തിലും. അപ്പോൾ ആർക്കും ഇല്ലാതെ പോവുകയാണ് ചില കാര്യങ്ങൾ. സന്തോഷം എന്ന് പറയുന്നത് ഇവിടെ, സ്നേഹം എന്ന് പറയുന്നത് ഇവിടെ ആർക്കും അനുഭവിക്കാൻ പറ്റാതെ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ പോവുകയാണ്, ഇവിടെ കളഞ്ഞു പോവുകയാണ്. ആർക്കും കിട്ടുന്നില്ല, നോക്കി നിൽക്കാനേ പറ്റുന്നുള്ളൂ, ഇത് അനുഭവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ അടുത്തായിട്ട് 6 ഓഫ് സോർഡ്സിന്റെ എനർജിയാണ്. നിങ്ങൾ ഒരുപാട് നെഗറ്റീവായ ചില കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ ചിന്തിക്കുകയാണ് മുന്നോട്ട് പോകാൻ വേണ്ടി, വെളിച്ചത്തിലേക്ക് പോവുകയാണ്. ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് പോകുന്ന പ്രതീതിയാണ്. നിങ്ങൾ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നു പല കാര്യങ്ങളിലും. ശാന്തമായ ഒരിടത്തേക്ക്, ഒരു കാമായ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ നീങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനപ്പെടുമെന്ന് കാണുന്നുണ്ട്. ഇവിടെ പലരും ആഗ്രഹിച്ചിരുന്ന ഒരു മാറ്റമാണ്. ഇവിടെ നല്ല മാറ്റം വരുന്നുണ്ട്. കണ്ടില്ലേ? ഇവിടെ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നിടത്ത് നിന്നും, ഇപ്പോൾ നിൽക്കുന്ന ജോലിയിലായാലും റിലേഷൻഷിപ്പിലായാലും മറ്റ് സൊസൈറ്റിയിലെ കാര്യങ്ങളായാലും എവിടുത്തെ ആയാലും ശരി, നിങ്ങളുടെ കുടുംബത്തിലേതായാലും എന്തോ സാഹചര്യങ്ങളായാലും, ചിലപ്പോൾ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരത്തില്ല. വീട്ടിലൊക്കെ നിങ്ങൾക്ക് നെഗറ്റീവ് സാഹചര്യം ഉണ്ടാവാം. അവിടെ നിങ്ങൾക്ക് എന്നും ബഹളം വഴക്ക ഒക്കെ ആണെങ്കിൽ, അവിടെ സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷത്തിലാണ് നിങ്ങൾ കഴിയുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് നിങ്ങൾക്ക് ശാന്തമായ ഒരിടത്തേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അത് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള കാര്യമാവണം. ഇവിടെ നിങ്ങളിത് ആഗ്രഹിച്ചിട്ടുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിന്നും എനിക്ക് മുന്നോട്ട് പോകണം എന്ന്. ജോലി ചെയ്യുന്ന ഇടങ്ങളിലായാൽ പോലും ചിലപ്പോഴൊക്കെ മാനസിക സമ്മർദ്ദം അനുഭവിക്കാം. മറ്റുള്ളവരുടെ വായിലിരിക്കുന്നത് കേൾക്കുക, അനാവശ്യകരമായ സംസാരങ്ങൾ ഉണ്ടാവുക നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് അതിലൊക്കെ വല്ലാത്ത മാനസികമായ പ്രയാസം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മുന്നോട്ട് പോകുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നിന്ന്, ഈ മോശമായ സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോയി സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ചിലരൊക്കെ ജോലി നോക്കിയിരിക്കുന്നവർക്ക് ജോലി ലഭിക്കുന്ന എനർജി, മുന്നോട്ട് പോകുന്ന എനർജി. മനസ്സിലായോ? അപ്പോൾ മറ്റൊരിടത്തേക്ക് നിങ്ങൾ പോയി രക്ഷപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതായത് ഇവിടെ വന്നിരിക്കുന്നത് 8 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. 8 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ രാത്രി മുഴുവൻ പാടുപെട്ട് വിശ്രമമില്ലാതെ പാടുപെടുകയാണ് സാമ്പത്തികത്തിന് വേണ്ടി. അത് വളരെയധികം ഉത്സാഹത്തോടു കൂടി നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. സാമ്പത്തികം കിട്ടുമ്പോൾ എപ്പോഴും ഉത്സാഹം വർദ്ധിക്കും, അല്ലേ? എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഉറക്കം നിന്നും മണി ഏൺ ചെയ്യാനുള്ള ശ്രമമാണ് ഇവിടെ. അതിലും കുറച്ചുകൂടി കഷ്ടപ്പെട്ട് ഇവിടെ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മാറ്റം ഡേയിലും നൈറ്റിലും ഒക്കെ ഡ്യൂട്ടി ചെയ്യുകയാണ് ഇവിടെ സാമ്പത്തികത്തിന് വേണ്ടി. അപ്പോൾ അത്രമാത്രം കഷ്ടപ്പെട്ട് സാമ്പത്തികം എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്ക് മാത്രം ദൃഷ്ടി കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കൂടുതലായിട്ട് മണി ഏൺ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. പെന്റക്കിൾ എർത്ത് സൈനാണ്, ടോറസ്, വെർഗോ, ക്യാപ്രിക്കോൺ എനർജി. അതുപോലെ തന്നെ ജഡ്ജ്മെന്റ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. പിന്നീട് ജഡ്ജ്മെന്റിൽ വന്നിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു പോസിറ്റീവായ റിസൾട്ട് ലഭിക്കാൻ പോകുന്നു. പോസിറ്റീവായ ഒരു ലൈഫിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച വിധത്തിൽ ഇവിടെ 6 ഓഫ് സോഡിന്റെ എനർജി ഉണ്ടല്ലോ, കടന്നു പോവുകയാണ്. ഇവിടെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരിടത്തേക്ക് കടന്നു പോവുകയാണ്, അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ നിന്നും മറ്റൊരു സാഹചര്യത്തിലേക്ക് കടന്നു പോവുകയാണ്. ഇവിടെ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു മാറ്റം കൊണ്ടുവരികയാണ് ജീവിതത്തിൽ. അതായത് ഈ ഒരു സമയത്ത് ഇപ്പോൾ നിങ്ങൾ കർമ്മ അനുഭവിക്കുന്ന സമയമാണ്.
അല്ലെ, ഒരുപാട് ഒരുപാട് കഷ്ടതകളിൽ പെട്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ. ഇവിടെ നിന്ന് എനിക്കിനി ഒരു രക്ഷ വരുമോ, എനിക്കിനി ഒരു നല്ല ജീവിതം വരുമോ എന്നൊക്കെ ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ചിരുന്ന സമയം. എൻ്റെ കർമ്മം ഒന്ന് ഒഴിഞ്ഞു പോകുമോ, ഞാൻ ഇനി എന്താണ് അനുഭവിക്കേണ്ടത്, ഇങ്ങനെയൊക്കെ ചോദിച്ച് കരഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു നീതി ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ജഡ്ജ്മെന്റ് ലഭിക്കുകയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡിവൈൻ സപ്പോർട്ടോട് കൂടി നല്ല ഒരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഡിവൈൻ സപ്പോർട്ട്, ദൈവത്തിന്റെ സപ്പോർട്ടാണ് നിങ്ങൾക്ക്. അല്ലെങ്കിൽ ദൈവം തന്നെ നിങ്ങളെ മുന്നോട്ട് വഴി കാണിച്ചു തരികയാണ്. അടുത്ത ജന്മത്തേക്ക് നിങ്ങൾ പൊയ്ക്കൊള്ളൂ, അടുത്ത വഴി ഇതാണ് നിങ്ങൾക്കുള്ളത്, നിങ്ങളുടെ അടുത്ത അധ്യായം, നിങ്ങളുടെ ജീവിതത്തിന്റെ അടുത്ത അധ്യായം ഇതാണ്, ഇനി ഇതാണ് നിങ്ങൾ അനുഭവിക്കേണ്ടത്, ഇത് വളരെ നല്ലതാണ്, നിങ്ങൾക്ക് ഇനി ഒരു വലിയ ദുഃഖങ്ങളൊന്നും അനുഭവിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ മുന്നിലേക്ക് കടത്തിവിടുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു പല സാഹചര്യങ്ങളിൽ നിന്ന്, ഇപ്പോഴനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് നല്ലൊരു ലൈഫിലേക്ക് പോകാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരുപാട് സന്തോഷത്തിലേക്ക്, ദൈവികമായ എനർജിയിലേക്ക് ഒക്കെയും നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു. 2 ഓഫ് വാൻസിന്റെ എനർജിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വളരെയധികം ആവേശത്തോടു കൂടി എന്തിനോ വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തോ വന്നു ചേരാനുണ്ട്, അത് എപ്പോഴാണ് വരുന്നത് എന്നുള്ള കാത്തിരിപ്പാണ്. അത് കാത്തിരുന്ന് ഇവിടെ പുഷ് ചെയ്യുമ്പോൾ മറ്റു പല ആൾക്കാരും അതിനെക്കുറിച്ച് തിരക്കാൻ വരുന്നുണ്ട് എന്നുള്ളതാണ്. എന്താണ് നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്? ഇത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട്, ഒരാഴ്ച കൊണ്ടൊക്കെ ഇവിടെ കാത്തിരിക്കുകയാണ് എന്തിനോ വേണ്ടി, അല്ലെ എന്ന് പറഞ്ഞതുപോലെയാണ്. ഇവിടെ എന്തോ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഈ വെയിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒന്നിനു വേണ്ടിയിട്ടാണ്. ഒന്നുകിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികത്തിന് വേണ്ടി ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾക്ക് വേണ്ടി, പ്രധാനപ്പെട്ട ഒരു വ്യക്തി ലൈഫ് തന്നെ അവരാണ് എന്ന് കരുതുന്ന, എൻ്റെ ജീവിതം തന്നെ ഈ വ്യക്തിയാണ് എന്ന് മനസ്സിൽ വിശ്വസിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ എന്തോ ഒരു സാഹചര്യത്തിന് വേണ്ടി നിങ്ങളിവിടെ കാത്തു നിൽക്കുന്നു. ഈ ഒരു സാഹചര്യമാണ് നിങ്ങളെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നത്. അതാണ് നിങ്ങളിവിടെ വളരെയധികം ആകാംക്ഷയോടുകൂടി നോക്കി നിൽക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ പേജ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ഇന്നത്തെ ദിവസം ആർക്കെങ്കിലും ജോലി കിട്ടുന്ന എനർജി ആവാം. മനസ്സിലായോ? ഇവിടെ സാമ്പത്തികം വന്ന് ലഭിക്കുന്നത്, ആർക്കെങ്കിലും ഇവിടെ ജോലി ലഭിക്കുന്ന എനർജി കുറച്ചു കാലം കൊണ്ട് ഇവിടെ കാത്തു നിൽക്കുകയാണെങ്കിൽ ഈ ഒരു എനർജി നിങ്ങളിലേക്ക് ലഭിക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ലൈഫിന് ഒരു സ്ഥിരത ലഭിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ഈ ഒരു ജോലി എന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും, മുൻപേ തന്നെ കാത്തിരുന്നിട്ടുണ്ടാവും. ചിലപ്പോൾ ഇവിടെ അതായിരിക്കാം, ഇവിടെ ജോലി ആയിരിക്കാം. വാൺസ് അല്ലേ, വാൺസ് ഫയർ സൈൻ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. ഇവിടെ ആവേശമാണ്, വളരെയധികം കോൺഫിഡൻസ് ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു കോൺഫിഡൻസ് ആണ് മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെയും അത് തന്നെയാണ്, പെന്റക്കിൾ എർത്ത് സൈൻ അല്ലേ, അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഇവിടെ വളരെയധികം സന്തോഷം അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഏസ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ഒരു തുടക്കം തന്നെ വരികയാണ്. സാമ്പത്തികത്തിന്റെ ഒരു വലിയ തുടക്കം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ്. വലിയ തോതിൽ മണി എനർജി നിങ്ങളിലേക്ക് വരാൻ പോകുന്നു, അതാണ്. അല്ലാതെ നിങ്ങൾക്ക് ഇന്ന് കുറെ സാമ്പത്തികം കിട്ടുമെന്നുള്ള അർത്ഥമല്ല. വലിയ തോതിൽ നിങ്ങളിലേക്ക് മണി എനർജി വരാൻ പോകുന്നു എന്നുള്ള ഒരു സൂചനയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഏതെങ്കിലും ഒക്കെ സ്രോതസ്സുകളിലൂടെ നിങ്ങൾക്കതിന് സമയമായിട്ടുണ്ട് എങ്കിൽ നിങ്ങളിലേക്ക് അത് വന്നു ചേരും. ജോലിയാവാം, ചിലപ്പോൾ കിട്ടാതിരുന്ന സാമ്പത്തികമാകാം, ഇനി അതുമല്ല എങ്കിൽ ആരെങ്കിലും ചിലപ്പോൾ നിങ്ങളെ തന്ന് സഹായിക്കുന്നതാവാം. എന്തായാലും ശരി, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഈ ഒരു തുടക്കം വരുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ഇവിടെ സോഡിന്റെ തുടക്കമുണ്ട്, ഏസ് ഓഫ് സോഡ് വന്നിട്ടുണ്ട്, ഏസ് ഓഫ് പെന്റക്കിൾസും വന്നിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ജോലിയിലേക്ക് പോയിട്ട് ഇവിടെ മണി ഏൺ ചെയ്യാൻ സാധിക്കുന്ന എനർജി ആവാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും തുടങ്ങി വെച്ചിരിക്കുന്നത് തന്നെ സാമ്പത്തിക വർധനവിനുള്ള കാര്യങ്ങളായിരിക്കാം. വളരെ നല്ല എനർജിയാണ്, വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ഫോർച്യൂൺ കാർഡ്സ് കൂടി ഇന്ന് നോക്കാവേ. ഇന്നത്തെ ഭാഗ്യം എന്താണെന്ന് നോക്കാം.
എന്തെങ്കിലും ഈ പറഞ്ഞ തരത്തിലുള്ള ഭാഗ്യം വല്ലതും നിങ്ങളിലേക്ക് വരുമോ എന്ന് നോക്കാവേ. ബുട്ടിക്ക്, കാരിയേജ്, സ്കൾ, എത്ര മതി. ബോട്ടം വന്നിരിക്കുന്നത് ലോബ്സ്റ്റർ ആണ്. ഫിനാൻഷ്യൽ പിഞ്ച്, സാമ്പത്തികപരമായ ചില കാര്യങ്ങൾ നഷ്ടങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലും ചെറിയ ചില പ്രശ്നങ്ങൾ ഇന്നത്തെ ദിവസം ഉണ്ടാകാം. ചിലപ്പോൾ ഒന്ന് നഷ്ടപ്പെടാം, ചിലപ്പോൾ മറ്റൊരിടത്തു നിന്ന് നേടിയെടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയാണ്. ഇവിടെ നമുക്ക് ടെൻ്റാണ് വന്നിരിക്കുന്നത്, ടെമ്പററി സിറ്റുവേഷൻ. ഇതൊക്കെ കണ്ടില്ലേ, ആ ഒരു നഷ്ടം എന്ന് പറയുന്നത് സാമ്പത്തിക നഷ്ടം ചിലപ്പോൾ നിങ്ങളിലേക്ക് വരാം. അതെങ്ങനെയാണ്? ടെമ്പററി സിറ്റുവേഷൻ ആണത്, തൽക്കാലത്തെ ഒരു സിറ്റുവേഷൻ മാത്രമാണ്, അല്ലാതെ പെർമനന്റ് ആയിട്ട് നിലനിൽക്കുന്നതല്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ കോംപ്ലിമെന്റ്സ് ഫ്രം ആൻ അഡ്മിറർ, ഇത് നിങ്ങളെ ആരാധിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളോട് ഒരുപാട് ഇഷ്ടമുള്ള ഏതെങ്കിലും വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എന്തെങ്കിലും കോംപ്ലിമെന്റ് ലഭിക്കാനുള്ള അവസരമുണ്ടാകുന്നു. ജേർണി എയ്തർ ഫിസിക്കൽ ഓർ മെന്റൽ, ശാരീരികമായാലും മാനസികമായിട്ടായാലും നിങ്ങൾ ഇന്ന് അതിൻ്റെതായ ഉത്സാഹത്തിന് വേണ്ടി അല്ലെങ്കിൽ സന്തോഷത്തിന് വേണ്ടി ഒരു ജേർണിക്ക് തയ്യാറെടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ജേർണി പോകുന്നതാവാം. ഒരു യാത്ര പോകാനുള്ള സാഹചര്യമുണ്ട് ഇവിടെ. പിന്നെ ഗെറ്റിംഗ് ടുഗദർ വിത്ത് ഫ്രണ്ട്സ്, ഏതെങ്കിലും കൂട്ടുകാരുമായിട്ട് നിങ്ങൾ ഒന്നിച്ച് ചേരാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. പണ്ടേ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയ സുഹൃത്തുക്കളാവാം. അതുമല്ല എങ്കിൽ നിങ്ങളോട് ഒത്തിരി അടുത്തിരുന്നിട്ട് നിങ്ങളിൽ നിന്ന് അല്പം ഒന്ന് അകന്ന് മാറിയിരുന്ന ഏതെങ്കിലും സുഹൃത്തുക്കളുണ്ടെങ്കിൽ, ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണർ നിങ്ങളിൽ നിന്നും അങ്ങനെ അകന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് അവർ നിങ്ങളോട് വീണ്ടും വന്ന് കൂടിച്ചേരുന്നതാവാം. ടൈം ടു ഗെറ്റ് ഔട്ട് ഓഫ് എ സിറ്റുവേഷൻ. അപ്പം ഇന്നത്തെ സാഹചര്യം ഇത് തന്നെയാണ് എന്നാണ് പറയുന്നത്. ഹിഡൻ സീക്രട്സ് ക്യാൻ ഹാവ് യു. അപ്പം ഇത് ഹിഡൻ സീക്രട്സ്, ചിലപ്പോൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ചില രഹസ്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസം ഉണ്ടാക്കിയേക്കാം. അതാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്നത് ക്രാക്കഡ് കപ്സ് ആണ്. ഡിസാറ്റിസ്ഫാക്ഷൻ വിത്ത് ലൈഫാണ് വന്നിരിക്കുന്നത്. കുറച്ച് നമ്മുടെ ഫോർച്യൂൺ കാർഡ്സ് എല്ലാം കുറച്ച് ഇന്ന് എന്തോന്നാണ്, പക്ഷെ നമുക്ക് മറ്റു ടാരോ കാർഡ്സ് എല്ലാം ഇന്ന് വളരെയധികം സന്തോഷം തരുന്ന എനർജിയാണ്. സാമ്പത്തികത്തിൻ്റെ എനർജിയുണ്ട്, സ്നേഹത്തിൻ്റെ എനർജിയുണ്ട്, എല്ലാം കൊണ്ടും വളരെയധികം സന്തോഷം നിറഞ്ഞതാണ്. പിന്നെ ചിലത് ഇവിടെ വന്നിരിക്കുന്ന ഈ ഫോർച്യൂൺ കാർഡ്സൊക്കെ ചിലപ്പോൾ ചില സാഹചര്യങ്ങളെ മാത്രം കുറിക്കുന്നതാണ്. അതുകൊണ്ട് തൽക്കാലത്തെ ഒരു സിറ്റുവേഷനാണ് പല കാര്യങ്ങളും. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആരെങ്കിലുമൊക്കെ നിങ്ങളെ ഇന്ന് അഭിനന്ദിക്കുന്ന എനർജി വരുന്നുണ്ട്, ഒന്ന് പുകഴ്ത്തി പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ലഭിക്കാനുള്ള അർഹത അനുസരിച്ചുള്ള അംഗീകാരം ലഭിക്കാനുള്ള സാധ്യത ഒക്കെയും ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.